അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1267, സൂറത്തുൽ അംഫാൽ 48-49 സൂക്തങ്ങളുടെ വിശദീകരണത്തിന്റെ തുടർച്ച. വൈദ് സയ്യന ലഹുമുശ് ശൈത്താനു അഅ്മാലഹും, പിശാച് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കുക. വഖാല, അവൻ പറയുകയും ചെയ്തു മുശ്രിക്കുകളോട്, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ഇന്നത്തെ ദിവസം നിങ്ങളെ അതിജയിക്കാൻ ജനങ്ങളിൽ ആരും തന്നെയില്ല. ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകുന്നവനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മാ തറാത്തിൽ ഫിഅത്താനി, രണ്ടു സംഘവും മുഖാമുഖം കണ്ടുമുട്ടിയപ്പോൾ, ബദറിൽ ഏറ്റുമുട്ടലിന്റെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ, നകസാല അഖിബൈഹി, അവൻ പുറകോട്ട് മാറി, പിന്തിരിഞ്ഞോടി എന്നർത്ഥം. വഖാല, അവൻ പറയുകയും ചെയ്തു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവായവനാണ്, എനിക്ക് നിങ്ങളോടൊരു ബന്ധവുമില്ല. ഇന്നി അറാ മാ ലാ തറൗന, ഞാൻ ഒഴിവാവാൻ കാരണം നിങ്ങൾ കാണാത്ത ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു ആവട്ടെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് താനും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ പോരാട്ടത്തിന് ബദറിലേക്ക് പുറപ്പെടുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘം, ആ സംഘം ഒരു ഘട്ടത്തിൽ ബനൂ ബക്കർ ഗോത്രക്കാർ തങ്ങളെ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവർ യുദ്ധത്തിലേക്ക് വരാതെ മാറി നിന്നാലോ എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ, ബനൂ മുദലജ് ഗോത്രത്തിൽ, അതായത് ബനൂ കിനാനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബനൂ മുദലജ് ഗോത്രം. ആ ബനൂ മുദലജ് ഗോത്രത്തിന്റെ ലീഡർഷിപ്പുള്ള സുറാഖത്തുൻ മാലിക് എന്നവരുടെ വേഷത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും, ബനൂ ബക്കറിന്റെ ശല്യം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അവരെ നിങ്ങളൊന്നും ചെയ്യില്ല, അത് ഞാൻ ഏറ്റു. നിങ്ങൾ ധൈര്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് പുറപ്പെട്ടോളൂ, അവിടെയും നിങ്ങളെ സഹായിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, എന്റെ ആളുകളും ഉണ്ടാകും എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവർക്ക് ധൈര്യം കൊടുത്തു. അങ്ങനെ ധൈര്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മക്കത്തെ മുശ്രിക്ക് വർദ്ധിത വീര്യത്തോടുകൂടെ ബദറിലേക്കുള്ള അവരുടെ പടപ്പുറപ്പാട് ഒന്നുകൂടി സജീവമാക്കി. എന്നാൽ സുറാഖത്തുൻ മാലിക് ബിൻ ജാശമിന്റെ വേഷത്തിലുള്ള ഇബ്ലീസ്, അത് ഇബ്ലീസാണെന്ന് അവർക്ക് തിരിച്ചറിയാനായില്ല. അങ്ങനെ യുദ്ധത്തിന്റെ അണികൾ റെഡിയായി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, ഫലമ്മസ്തഫന്നാസു, ജനങ്ങൾ യുദ്ധത്തിന് അണിയായി നിന്നപ്പോൾ, സഫ് കെട്ടിയപ്പോൾ, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബലതൻ മിനത് തുറാബി, നബി തങ്ങൾ ഒരു പിടി മണ്ണെടുത്തു. എന്നിട്ട് ഫറമാ ബിഹാ ഫീ വുജൂഹിൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകന്മാരുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഫവല്ലു മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞ് ഓടിപ്പോവുകയും ചെയ്തു. വാക്കുമല ജിബ്രീലു അലൈഹിസ്സലാമില ഇബ്ലീസ, ഇബ്ലീസിന് നേരെ ജിബ്രീൽ അലൈഹിസ്സലാം മുന്നിട്ട് വന്നു. ഫലമ്മാ റആഹു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ് കണ്ടപ്പോൾ, വകാനത്ത് യദുഹു ഫീ യദി റജുലിൻ മിനൽ മുശ്രിക്കീന, ബഹുദൈവാരാധകന്മാരിൽ നിന്നുള്ള ഒരാളുടെ കയ്യിൽ കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇബ്ലീസ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ് അവൻ കണ്ടപ്പോൾ ഇൻതസായദഹു, അവൻ ആ മുശ്രിക്കിന്റെ കയ്യിൽ നിന്ന് കൈ ഊരിയെടുത്തു. എന്നിട്ട് സുമ്മവല്ല മുദ്ബിറൻ ഹുവ വശീഅതുഹു, അവനും അവന്റെ സംഘവും യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. അപ്പോൾ ഫഖാല റജുലു, ആ ആള് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട അദ്ദേഹം പറഞ്ഞു, യാ സുറാഖ, ഓ സുറാഖ, അതസുഉമു അന്നക ലനാ ജാറുൻ, നിങ്ങളാണോ ഇപ്പൊ ഞങ്ങൾക്ക് അഭയം നൽകുന്നയാളാണ്, സഹായിക്കുന്ന ആളാന്നൊക്കെ വാദിച്ചത്? എന്നിട്ടൊരു നിർണായക ഘട്ടം വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിട്ട് ഓടിപ്പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ്, ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്, അതിപ്പോ നിങ്ങളോട് വിശദീകരിക്കാനും നിൽക്കണില്ല, ഞാൻ തടിയെടുക്കുകയാണ്. ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞുപോയി എന്നാണ് ഇവിടെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയതിൽ
മുഹമ്മദ് ബിൻ ഉമർ അൽ വാഖിദി തങ്ങൾ അവർകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? ലമ്മാ തബാഖഫന്നാസു, ജനങ്ങളൊക്കെ യുദ്ധത്തിന് ഇങ്ങനെ നിന്നപ്പോ ഊമിയ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അല്പസമയത്തേക്ക് ഒന്നങ്ങ് ഒരു കണ്ണുചിമ്പൽ വന്നു, ബോധക്ഷയം പോലെ എന്ന് പറഞ്ഞാൽ ആ ബാഹ്യ ലോകത്തുനിന്നുള്ള ബന്ധത്തിലൊരു ചെറിയ ഡിസോർഡർ ആകുന്ന അവസ്ഥ ഉണ്ടായി. സുമ്മ കുശിഫാൻഹു, എന്നിട്ട് നിമിഷങ്ങളിൽ നിന്ന് അത് മാറിക്കിട്ടുകയും ചെയ്തു. മാറിക്കിട്ടിയപ്പോൾ ഫബശ്ശറന്നാസ ബിജിബിരീല ഫീ ജുൻദിൻ മിനൽ മലായികത്തി മൈമനത്തന്നാസ്, ജനങ്ങളുടെ വലതുഭാഗത്ത് മലക്കുകളുടെ ഒരു സംഘവുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാകുമെന്ന ഗുഡ് ന്യൂസ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് നൽകി. അതായത് അതുമായി ബന്ധപ്പെട്ട വഹയി വരുന്നതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു നേരത്തെ ഉണ്ടായ ബോധക്ഷയം പോലത്തെ ഒരു തോന്നലെന്നർത്ഥം. അതോടൊപ്പം തന്നെ മീകായിലു ഫി ജുൻദിൻ ആഖറ മൈസറത്തന്നാസ്, മീകായിൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഒരു സംഘം ജനങ്ങളുടെ അഥവാ സ്വഹാബത്തിന്റെ ഇടതുഭാഗത്തും ഉണ്ടാകും. ഇസ്രാഫീൽ ഫി ജുൻദിൻ ആഖറ, ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം മറ്റൊരു സംഘം അഥവാ 1000 മലക്കുകളോടൊപ്പം അവരും യുദ്ധരംഗത്ത് സജീവമായി നിലനിൽക്കുന്നുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു. ഇബ്ലീസാണെങ്കിൽ സുറാഖത്തു ബിൻ മാലിക്കിന്റെ കോലത്തിൽ വന്ന് യുദബ്ബിറുൽ മുശ്രിക്കീന, ബഹുദൈവാരാധകന്മാരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഖ്ബിറുഹും, അവർക്ക് നിരന്തരം വാർത്ത നൽകുകയുമാണ്. അന്നഹു ലാ ഗാലിബ ലഹുൽ യൗമ മിനന്നാസ്, നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട, ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല എന്ന് അവരിങ്ങനെ മുശ്രിക്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട മലക്കുകളെ ഫലമ്മ അബ്സറ അദുവുല്ലാഹിൽ മലായിക, അള്ളാഹുവിന്റെ ശത്രുവായി ഇബ്ലീസ് മലക്കുകളെ കണ്ടപ്പോൾ നക്കസാലാഖിബൈ, അവൻ പുറകോട്ടു മാറി. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധക്കളത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഗ്രാൻഡ് ഹെൽപ്പ് നൽകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്നവൻ ചിന്തിച്ചു. അവിടെ അവൻ പറയുന്നു, ഇന്നി അഖാഫുല്ല, ഞാൻ അള്ളാഹനെ പേടിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ അള്ളാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് നന്നായോ? പടച്ചവനെ പേടിയുള്ള ആളാണോ ഇബ്ലീസ്? ഇബ്നു കസീർ തന്നെ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു, ഫഅലിമ അദുവുല്ലാഹി അന്നഹു ലാ യദാനി ലഹു ബിൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ലാൻഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ മലക്കുകൾക്ക് പ്രതികാരം ചെയ്യാൻ, മലക്കുകളോട് തിരിച്ചു പ്രതികരിക്കാനുള്ള ഒരു ശക്തിയും അവനില്ല എന്ന് ഇബ്ലീസിന് ഉറപ്പായി അവൻ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവൻ പറഞ്ഞതാണ്, വല്ലാഹി മാ ബിഹി ഞാൻ അള്ളാഹനെ പേടിക്കുന്നു. അള്ളാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പടച്ചോനെ പേടിക്കണം എന്ന് പറയണ ആ സതുദ്ദേശപരമായ പേടിക്കലല്ല. വല്ലാഹി മാ ബിഹി മഖാഫത്തുല്ലാ, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, പടച്ചോനെ തന്നെയാണ്, ഇബ്ലീസിന് പടച്ചോനെ പേടിയൊന്നുമില്ല. പക്ഷെ വലാകിൻ അലിമ, അവൻ ഉറപ്പായി അന്നഹു ലാ ഖുവ്വത ലഹു വലാ മൻഅ, അവനൊരു ശക്തിയും അതേപോലെ തന്നെ ഒരു പ്രതിരോധവും ഒന്നും തീർക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം സഹായത്തിന് അല്ലാഹു തആല മലക്കുകളാകുന്ന പടച്ചവന്റെ സൈന്യത്തെയാണ് ഇറക്കിയിരിക്കുന്നത്. വതിൽക ആദത്തു അദുവില്ലാഹി ലിമൻ അതാഅഹു വസ്തഖാദ ലഹു, ഈ നിർണായകമായ ഘട്ടത്തിൽ പിന്തിരിഞ്ഞോടിയ ഇബ്ലീസിന്റെ സ്വഭാവം, അത് അവനെ അനുസരിക്കുകയും അവന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്ത ആളുകൾക്ക് എപ്പോഴും അവന്റെ പതിവ് അങ്ങനെ തന്നെയാണ്. ഹക്കും ബാത്തിലും തമ്മിൽ, സത്യവും അസത്യവും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടത്തിന്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അസ്ലമഹും ശർറ മുസ്ലിം, അവന്റെ ആളുകളെ, അവൻ പറയുന്നത് കേട്ട ആളുകളെ ഏറ്റവും മോശമായ വിധത്തിൽ സത്യത്തിന് മുന്നിൽ എറിഞ്ഞുകൊടുത്ത് വതബറഅ മിൻഹും ഇൻദ ദാലിക്, അവരിൽ നിന്ന് അവൻ ആ സമയത്ത് ഒഴിഞ്ഞുപോകും. എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നും ഇനി കണ്ടു നിൽക്കാനാവില്ല, എനിക്ക് പ്രതിരോധിക്കാനുള്ള സംവിധാനമൊന്നുമില്ല എന്നവൻ മനസ്സിലാക്കി എന്നാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ തന്നെ വിശദീകരിക്കുന്നു, ഫലമ്മാ നസലത്തിൽ മലായികത്തു വറആഹാ ഇബ്ലീസ്, മലക്കുകൾ ഇറങ്ങി വരികയും ഇബ്ലീസ് അത് കാണുകയും ചെയ്തു. വഔഹല്ലാഹു ഇലൈഹിം അന്നീ മഅക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വഹയി നൽകി, സന്ദേശം നൽകി, അന്നീ മഅക്കും, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായത്തിനുണ്ട്. അതുകൊണ്ട് ഫസബ്ബിത്തുല്ലദീന ആമനു,
സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. തസ്ബീത്തുഹും, എങ്ങനെയാണ് മലക്കുകൾ അവരെ ഉറപ്പിച്ചു നിർത്തുന്നത്? അന്നൽ മലായികത കാനത്ത് റജുല ഫീ സൂറത്തി റജുലി യഅരിഫുഹു, മലക്കുകൾ അവരുടെ അടുത്ത് അവർക്ക് പരിചിതരായിട്ടുള്ള ആളുകളുടെ രൂപത്തിൽ വരും. എന്നിട്ട് ഫയഖൂലു ലഹു, സഹാബിമാരോട് ആ മലക്കുകൾ പറയും, അബ്ശിർ, നീ സന്തോഷിച്ചോളൂ സഹോദര, ഫഇന്നഹും ലൈസൂ ബിശൈഇൻ, കാരണം ശത്രുക്കൾ ഒന്നുമല്ല. വല്ലാഹു മഅക്കും, അല്ലാഹു നിങ്ങളോട് കൂടെ, അവന്റെ സഹായമുണ്ട്. അതുകൊണ്ട് കർറു അലൈഹിം, ശത്രുക്കൾക്കെതിരെ നിങ്ങൾ ചാടി വീണോളൂ എന്ന് ബഹുമാനപ്പെട്ട മലക്കുകൾ അവർക്ക് പരിചയമുള്ള ആളുകളുടെ രൂപത്തിൽ വന്നുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയും. എന്ന് പറഞ്ഞാൽ അവർക്ക് മോറൽ സപ്പോർട്ടുമായി ധാരാളം ആളുകൾ കൂടെയുണ്ട് എന്നൊരു ഫീലിംഗ്, ആ ഫീലിംഗ് ആണ് ബഹുമാനപ്പെട്ട മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമുകൾക്കിടയിൽ നടത്തിച്ചത്. അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ആ ഒരു ഫീലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അവന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായപ്പോൾ അവൻ പിന്തിരിഞ്ഞോടിയപ്പോ അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം അണ്ടിപോയ അണ്ണാനെ പോലായ ആ മനുഷ്യൻ എന്നാലും ധൈര്യം കൈവിടാതെ വഖബല അബൂജഹലിൻ യുഹല്ലിലു അസ്ഹാബഹു വയഖൂൽ, തന്റെ സൈന്യത്തെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് അബൂജഹൽ മുന്നോട്ട് വന്നു. അവൻ പറയുന്നുണ്ട്, ലാ യഹൂലന്നക്കും ഖിദ്ലാനു സുറാഖ ഇയ്യാക്കും, സുറാഖത്ത് ബിൻ മാലിക് നിങ്ങളെ ചതിച്ചത്, നിങ്ങളെ ചീറ്റ് ചെയ്തത്, അതൊരിക്കലും തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയായി നിങ്ങൾ കൊണ്ടു നടക്കണ്ട. കാരണം ഫഇന്നഹു കാന അലാ മൗഇദിൻ മിൻ മുഹമ്മദിൻ വഅസ്ഹാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുറാഖത്ത് ബിൻ മാലിക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ അനുയായികൾക്കും വേണ്ടി ഒരു പ്രത്യേക കൊട്ടേഷൻ സ്വീകരിച്ചു വന്നതാണ്. അപ്പൊ നമ്മളെ ആ സുറാഖ ചീറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ചീറ്റിങ്ങിന് ഒരിക്കലും തന്നെ ഭയപ്പെടുകയോ അതിന് നിന്നുകൊടുക്കുകയോ ചെയ്യണ്ട. മറിച്ച് നമുക്ക് സ്വന്തമായി സുറാഖത്ത് ബിൻ മാലിക്കിന്റെ സഹായമില്ലെങ്കിലും അവന്റെ ആളുകളുടെ സപ്പോർട്ടില്ലെങ്കിലും മുഹമ്മദ് നബിയെയും ആളുകളെയും ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് അബൂജഹൽ പറഞ്ഞു, വല്ലാത്തി വൽ ഉസ്സ, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. ലാ നർജിഉ, നമ്മൾ ഒരിക്കലും തന്നെ യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങിപ്പോവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും കയറിൽ കെട്ടി ഒന്നിച്ചു നിർത്തി അവർക്കാവശ്യമായിട്ടുള്ള ശിക്ഷകൾ നൽകുന്നതുവരെ. അതുകൊണ്ട് ഫലാ തഖ്തുലൂഹും വഖുദൂഹും അഖദാ, അതുകൊണ്ട് മുഹമ്മദ് നബിയെയോ അല്ലെങ്കിൽ അനുയായികളെയോ നിങ്ങൾ കൊന്നുകളയണ്ട, ഓരോരുത്തരെയും പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ, അവരെ നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാമെന്ന് അബൂജഹൽ മനപ്പായസമുണ്ടുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു. വഹാദാ ബിൻ അബീ ജഹലിൻ ലഅനഹുല്ലാഹു കഖൗലി ഫിർഔന ലിസ്സഹറത്തി ലമ്മാ അസ്ലമു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ എതിരിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ വന്ന സാഹിര്യങ്ങൾ മൂസാ നബിയുടെ സത്യം മനസ്സിലാക്കിയപ്പോ മൂസാ നബിന്റെ കൂടെ കൂടിയപ്പോ എതിരാളിയായ ഫറോവ, ആ ഫറോവ പറഞ്ഞതുപോലെയാണ് അബൂജഹൽ പറയുന്നത്. എന്ത്? ഇന്നഹാദാല മക്റും മക്കർത്തുമൂഹു ഫിൽ മദീന ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ, ഈ സാഹിര്യങ്ങൾ മൂസാ നബിയുടെ സ്വന്തക്കാരാണ്, അവര് നമ്മളെ ഈ പട്ടണത്തിൽ ഒരു ചതിക്കുകയായിരുന്നു, ഇവിടെ നിന്ന് നമ്മളെ പുറത്താക്കാൻ വേണ്ടി. അങ്ങനെ മൂസാ നബിക്കും ആളുകൾക്കും അഡ്രസ് ഒരുക്കാൻ വേണ്ടി നമ്മളുടെ മുന്നിൽ ഒരു ഡ്രാമ കളിക്കുകയായിരുന്നു എന്ന് അന്ന് ഫറോവ പറഞ്ഞതുപോലെ ഇവൻ പറഞ്ഞു. ഈ സുറാഖത്ത് ബിൻ മാലിക് മുഹമ്മദ് നബിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പോയി എന്നത് നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല, നമുക്ക് സ്വന്തമായി തന്നെ അവരെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് അവൻ പറഞ്ഞു. ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് മുഹമ്മദ് നബിയെയും അനുയായികളെയും ഇന്ന് കയറിൽ കെട്ടിവലിക്കാനുള്ള അവസരം കടന്നുവരും, അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട എന്ന് മുശ്രിക്കുകളെ ധൈര്യപ്പെടുത്തി. ഇതവന്റെ വല്ലാത്ത അഹങ്കാരത്തിന്റെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിഹാദാക്ക, ഇത് പണ്ട് അബൂജഹലും ഫറോവയും ഇതുപോലുള്ളൊരു ഡയലോഗാണ് നടത്തിയത്. അതുകൊണ്ട് വലിഹാദാ ഖാൻ അബൂജഹലിൻ ഫിർഔന ഹാദിഹിൽ ഉമ്മ, ഈ അബൂജഹലിനെ ഈ ഉമ്മത്തിന്റെ ഫിർഔൻ എന്നാണ് ചരിത്രം പേരിട്ട് വിളിക്കുന്നത് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും ശരി, അങ്ങനെ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായിട്ടുള്ള സഹായം ബദറിൽ നൽകുകയും അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത് യഖൂലു അൽ മുനാഫിഖൂന, കപടന്മാർ പറഞ്ഞ സന്ദർഭം ഓർക്കുക. വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള അഥവാ ശരിയായ വിശ്വാസത്തിന്റെ ശൈലി
മനസ്സിലേക്ക് കയറാത്തവരും പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഗർറ ഹൗലാഇ ദീനുഹും, ഈ മുസ്ലിമീങ്ങളെ അവരുടെ മതം വഞ്ചിച്ചിരിക്കുന്നു. അതായത് മതത്തോടുള്ള ആ കണ്ണു കാണാത്ത ആ സ്നേഹം കൊണ്ട് എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറായിട്ടാണ് ഇവർ എങ്ങോട്ട് വന്നിട്ടുള്ളത്, ബദറിലേക്ക് വന്നിട്ടുള്ളത് എന്ന് കപടന്മാരും അതേപോലെ തന്നെ ഹൃദയത്തിൽ രോഗമുള്ളവരും പറഞ്ഞു. ഇത് രണ്ടും ഒരേ അർത്ഥത്തിന് തന്നെയാണെന്ന് അഭിപ്രായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. രണ്ടു രൂപത്തിലുള്ള ശൈലിയിലേക്ക്, വിഭാഗത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണെന്ന് അഭിപ്രായവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായി ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. സമൂഹം അഥവാ മക്കത്തെ മുശ്രിക്ക് അവര് പരസ്പരം എന്ത് ചെയ്തു, അടുത്തടുത്ത് നിൽക്കുകയും മുസ്ലിമീങ്ങളുമായി ഒരു പോരാട്ടത്തിന്റെ മുന്നിൽ മുഖാമുഖം അണിനിൽക്കുകയും ചെയ്യുമ്പോൾ കല്ലലല്ലാഹുൽ മുസ്ലിമീന ഫി അയൂനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ കണ്ണിൽ അല്ലാഹു തആല മുസ്ലിമീങ്ങൾ എണ്ണം കുറവാണ് എന്ന് തോന്നിപ്പിച്ചു. വകല്ലലൽ മുശ്രിക്കീന ഫി അയൂനിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കണ്ണിൽ മുശ്രിക്കുകളും എണ്ണം കുറവാണെന്ന് തോന്നിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യം ചോർന്നു പോകാതെ യുദ്ധം നടക്കാൻ വേണ്ടി അല്ലാഹു അങ്ങനെ ഒരു തോന്നലുണ്ടാക്കി. അപ്പൊ ഈ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ കപടന്മാര് പറഞ്ഞതാണെന്ത്? ഗർറ ഹൗലാഇ ദീനുഹും, ഇത്രയും കുറച്ച് ആൾക്കാര് നമ്മളോട്, നമ്മൾ കേമന്മാര് കണ്ടമാന ആൾക്കൂട്ടുണ്ടല്ലോ, ഈ ആൾക്കൂട്ടത്തോട് യുദ്ധം ചെയ്യാൻ വന്നത് അവരുടെ മതം അവരെ ചതിച്ചിരിക്കുകയാണ്, വഞ്ചിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിനോടുള്ള അന്ധമായ ഇഷ്ടം കൊണ്ട് എന്ത് അപകടത്തിലേക്കും എടുത്തു ചാടുക എന്ന ബുദ്ധിശൂന്യതയാണ് ആര് കാണിക്കുന്നത്? ഈ മുസ്ലിമീങ്ങൾ കാണിക്കുന്നത് എന്നവർ പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇവരുടെ കണ്ണിൽ മുസ്ലിമീങ്ങൾ എണ്ണം കുറവാണ്, അങ്കുലി പരിമിതരായിട്ടുള്ള മെമ്പേഴ്സാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഫലന്നു, ആ മുശ്രിക്കുകൾ ഉറപ്പിച്ചു അന്നഹും സയഹസിമൂനഹും, ആ മുസ്ലിമീങ്ങളെ ഇവർ ആട്ടിയോടിക്കുമെന്ന്, യുദ്ധക്കളത്തിൽ തുരത്തുമെന്ന്. ലായഷ്കൂന ഫീ ദാലിക്, ആ വിഷയത്തിൽ അവർക്ക് സംശയമില്ല, ഇന്ന് വിജയം ഞങ്ങൾക്കു തന്നെയായിരിക്കും. എന്നിട്ടും ഈ കുറഞ്ഞ ആളുകൾ ഇത്രയും നീണ്ടൊരു വലിയ സംഘത്തോട് പോരാടാൻ വന്നത് അവരുടെ മതം അവരെ ചതിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതത്തിനോടുള്ള വല്ലാത്ത ഇഷ്ടം കൊണ്ട് അവർ ഇത്തരമൊരു ത്യാഗത്തിന് തയ്യാറായി വന്നതാണ് എന്ന് അവർ പറഞ്ഞു. ഈ കപടന്മാർ എന്ന് പറയുന്നത് ആരാണ് എന്ന സംബന്ധമായി വിവിധ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് മക്കയിലുണ്ടായിരുന്ന ഒരു കൂട്ടം കപടന്മാർ ആണ് എന്നും, ബദറിൽ അബൂജഹലിന്റെ കൂടെ അവരും വരികയും എന്നിട്ട് അവര് ബദറിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവാണെന്ന് അവർക്ക് തോന്നിയപ്പോ ശത്രുപക്ഷത്തുള്ള അവർ പറഞ്ഞതാണ്, ഈ മുസ്ലിമീങ്ങൾക്ക് എന്തിന്റെ കേടാണ്, അവർ ഇത്രയും കുറഞ്ഞ ആളുകൾ ഈ വലിയ സംഘത്തോട് മുട്ടാൻ വന്നിട്ട് വെറുതെ നാശം ഇരന്നു വാങ്ങാനുള്ള പരിപാടിയല്ലേ എന്ന് അവർ ചിന്തിച്ചു എന്നാണ് ഒരു പക്ഷം. മക്കയിലുള്ള ഇസ്ലാം മുസ്ലിങ്ങളാണെന്ന് പറയുകയും അതേസമയത്ത് ഇസ്ലാം മനസ്സിൽ കയറാത്ത ചിലരാണ് ആ കൂട്ടത്തിലുള്ളത് എന്ന അഭിപ്രായവും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു മറ്റൊരഭിപ്രായം, ഈ കപടന്മാരും ഹൃദയത്തിൽ രോഗമുള്ളവരും മുസ്ലിമീങ്ങളെ കുറിച്ച് ഇങ്ങനൊരു കമന്റ് പാസാക്കി എന്ന് പറഞ്ഞത് അത് ഖുറൈശികളിൽ തന്നെ പെട്ട സംഘം വലിയ വലിയ ആളുകൾ തന്നെയാണ്. ഖൈസ് ബിനുൽ വലീദ് ബിനുൽ മുഗീറയെ പോലെ, അബൂ ഖൈസ് ബിനുൽ ഫാഖിഹ് ബിനുൽ മുഗീറയെ പോലെ, ഹാരിസ് ബിൻ സുമഅത്ത് ബിൻ അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെ, അലി ബിൻ ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെ, ആസിബിൻ മുനബ്ബഹ് ബിൻ ഹജ്ജാജിനെ പോലെയുള്ള ആളുകൾ, ആ ആളുകളാണ് മുശ്രിക്കീങ്ങളുടെ കൂടെ യുദ്ധക്കളത്തിൽ വന്നിട്ട് ഇவ்விധത്തിലുള്ള കമന്റ് പാസാക്കിയത് എന്നും മറ്റും മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇസ്ലാമിനോട് പ്രതിബദ്ധതയില്ലാത്ത കമ്പനി, ആ കമ്പനിയാണ് പറയുന്നത് ഈ മുസ്ലിമീങ്ങൾ അവരുടെ മതം ചതിച്ചു. അതായത് മതത്തോടുള്ള അന്ധമായ ഇഷ്ടം കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ളൊരു ത്യാഗത്തിന് തയ്യാറാകുന്നത് എന്ന്. എന്നാൽ അള്ളാഹുവിന് പറയുന്ന മറുപടി എന്താ? വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മേലിൽ വരമേൽപ്പിച്ചാൽ ഫഇന്നല്ലാഹ അസീസുൻ, അവനവന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതാപിയാണ്, ഹക്കീമുൻ, അവൻ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അബൂജഹൽ കമ്പനികൾ അന്ന് പറഞ്ഞതെന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളിൽ നിന്നുള്ളൊരു ചെറിയ സംഘത്തെ ആയിട്ടാണ് അവർക്ക് തോന്നിയത്. അപ്പോൾ അബൂജഹൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആളുകളെയും അങ്കുലി പരിമിതരായ മെമ്പേഴ്സാണെന്ന് കണ്ടുകൊണ്ട് പറയാണ്, വല്ലാഹി ലാ യഅബുദുല്ലാഹ ബഅദൽ യൗം ഖസ്വതൻ വഉതുവ. അഹങ്കാരം കൊണ്ട് അബൂജഹൽ പറഞ്ഞു, ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം ഇനി ഈ മുഹമ്മദ് നബിക്കും ആളുകൾക്കും അള്ളാഹനെ ആരാധിക്കാൻ കഴിയില്ല, അതായത് അവരെ ഞങ്ങൾ ഇന്ന് ശരിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് ഓവർ കോൺഫിഡൻസിൽ സംസാരിച്ചു. ആ സംസാരിച്ച ആളുകളോട് പക്ഷേ അള്ളാഹുവിന് പറയാനുള്ള മറുപടി എന്താ? വമൻ യതവക്കൽ അലല്ലാഹ്,
ആരെങ്കിലും അള്ളാഹുവിന്റെ മേലിൽ വരമേൽപ്പിച്ചാൽ ഫഇന്നല്ലാഹ അസീസ്, അള്ളാഹു തആല പ്രതാപിയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച ആളുകൾ അള്ളാഹു രക്ഷപ്പെടുത്തും. ആൾബലം എന്നത് ആയുധബലം എന്നതൊന്നും വിജയത്തിന്റെ മാനദണ്ഡമല്ല. മറിച്ച് അള്ളാഹുവിന്റെ സഹായമുണ്ടോ ഈ വിജയം അവരോടൊപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ എണ്ണം കുറവാണ് എന്നത് അവരുടെ പരാജയം ആസ്വദിക്കാൻ സാധിക്കുമെന്ന കണക്കൂട്ടലിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ടതില്ല. അതാണ് ഫഇന്നല്ലാഹ അസീസുൻ, അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹു തആല പ്രതാപിയാണ്, അവൻ തീരുമാനങ്ങളെല്ലാം നടപ്പാക്കാൻ ശക്തനാണ്, ഹക്കീമുൻ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അതായത് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞു. ഏതായാലും മഹാന്മാരായ അസ്ഹാബുൽ ബദറിന് ബദറിൽ അല്ലാഹു തആല ഈ സഹായം നന്നായി നൽകുകയുണ്ടായി. അല്ലാഹുവിന്റെ ബർക്കത്തോടെ നമ്മളെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.